ഇതൊക്കെ അന്ധവിശ്വാസവും കെട്ടുകഥയും ഒക്കെയാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. ശരിക്കും നമ്മൾ ഇന്ന് വരെ കണ്ടെത്തിയത് 10,000-കണക്കിന് ക്രോപ്പ് സർക്കിളുകളാണ്. 1678 ശേഷം പിന്നീട് ഒരു ക്രോപ്പ് സർക്കിൾ സംഭവിക്കുന്നത് 1920-ലാണ്. അന്നും പറഞ്ഞിരുന്നു ഇതിന് പിന്നിൽ മനുഷ്യർ തന്നെയാണെന്നുള്ളത്. ഏതാണ്ട് 10,000-കണക്കിന് ക്രോപ്പ് സർക്കിളുകൾ നമ്മൾ കണ്ടതിൽ 80% ഇംഗ്ലണ്ടിൽ തന്നെയാണ് സംഭവിച്ചത്. ബാക്കിയുള്ള 20% അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലുമുള്ള വലിയ വലിയ പാടങ്ങളിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇത് മനുഷ്യൻ ചെയ്തതാണ് എന്ന് സംശയം തോന്നിപ്പിക്കാനുള്ളൊരു കാരണം, സാധാരണ ക്രോപ്പ് സർക്കിളുകൾക്ക് 200 മീറ്റർ മുതൽ 300 മീറ്ററോളം വലുപ്പമാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് വലിയ വലിയ ചിത്രങ്ങളാണ് ഇത്. അത് മാത്രമല്ല, മിക്കതും രാത്രികളിൽ മാത്രമാണ് സംഭവിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം, തലേ ദിവസം നമ്മൾ നോക്കുമ്പോൾ പരന്നു കിടക്കുന്ന വലിയൊരു പാടമായിരിക്കാം, എന്നാൽ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോഴായിരിക്കാം വലിയൊരു ചിത്രം അവിടെ ഒളിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം. ഇത് അടുത്തു നിന്ന് നോക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്തൊക്കെയോ കറ്റ പൊതിഞ്ഞു വെച്ചതോ അല്ലെങ്കിൽ ചെത്തി വെച്ചതോ ആയിട്ടായിരിക്കാം തോന്നുന്നുണ്ടാവുക. എന്നാൽ ഇത് മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഭീമാകാര രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരായിരിക്കാം ഇതിൻ്റെ പിന്നിൽ?